മണ്ണക്കിണറിന്റെ ഉള്ളിൽ അമ്പോ ഇതേ വണ്ടിക്ക് ബ്രേക്ക് ഒന്നുമില്ല. അമ്പോ ഇച്ചാതി റിവ്യൂ, ഇവിടുത്തെ വണ്ടിയുടെ റിവ്യൂ ആണ്. മരക്കടർ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ റിവ്യൂ ആണ് ഇത് ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്തിട്ടാണ് വണ്ടി കയറുന്നത്. കാറുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഓ ഒരേ പൊളി. വയറിലെല്ലാം വയറിലെല്ലാം ഇതായി പോന്നു. ഇപ്പൊ ഇതും കുഴപ്പമില്ല. കഴിയണം ഒരു സ്റ്റേജ് ആണ്. ഇച്ചിരി സീൻ വട്ടം ഞാൻ പറഞ്ഞു കേറുന്നില്ല എന്ന്. കണ്ടോ ഓക്കെ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ആയാലും ഓക്കെയാണ്. പക്ഷേ ഇത് തല കുത്തിനെ നിർത്തി അവിടെ. ഹായ് ഗൈസ്, അപ്പം വീണ്ടും ഒരു ഓച്ചറ വിശേഷങ്ങൾ. നമ്മൾ ആ ഒരു രീതിയിലുള്ള വ്ളോഗറായതില്ലേ ഓതല. നമ്മളിപ്പോൾ വീണ്ടും ഓച്ചറിലോട്ട് വന്നു. രാവിലെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ റൈഡിൽ നമ്മൾ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാതെ ചെന്ന് കാണുക. ആ വീഡിയോക്കകത്ത് മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ കടകളൊക്കെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. കട, ഫുഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നമ്മൾ ആ റൈഡിലൊക്കെ കയറാൻ പോവാണ്. ഇവിടെ ഇനിയൊന്നും കാണിക്കാനൊന്നുമില്ലല്ലോ. ഇതെല്ലാം നമ്മൾ നോർമലി കാണുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഓക്കെ, നമുക്കിനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഈ വ്ളോഗിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റൈഡുകളാണ്. ഓക്കെ, അപ്പം ഇനി റൈഡിൽ ചെന്നിട്ട് കാണാം. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. സോ നേരെ റൈഡിലെത്തിയിട്ട് കാണാം. നമ്മുടെ പാസ് ഉണ്ടായിരുന്നു. ഇതാണ് മരണക്കിണറിന്റെ സൈഡ്. ഓ വണ്ടി പോകുന്നുണ്ടോ? മരണക്കിണറിന്റെ ഉള്ളിൽ അമ്പോ ഇതൊക്കെ ഈ കാറൊക്കെയാ പോകുന്നത്. ബുള്ളറ്റ്, വണ്ടി. ഇതാണ് ഫുൾ അകത്ത് കാര്യങ്ങള്. അമ്പോ ഏതാ നമ്മള് ചോദിച്ചപ്പോ പറഞ്ഞു അത്യാവശ്യം കണ്ടിട്ട് വരായിരുന്നു. ഇതേ വണ്ടിക്ക് ബ്രേക്ക് ഒന്നുമില്ല. അമ്പോ ഇച്ചാതി റിവ്യൂ, ഇവിടുത്തെ വണ്ടിയുടെ റിവ്യൂ ആണ്. മരക്കടർ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ റിവ്യൂ ആണിത്. ഓക്കെ, ഇതാണ്ടേ ഈ വണ്ടി. ഇതൊക്കെ എന്ത് വണ്ടിയാ? യമഹയുടെ വണ്ടിയാണോ? സുസുക്കിയുടെ. ഇത് ബുള്ളറ്റ് ഉണ്ട്. ഇവിടെ ഒരു 3 മാരുതി ഉണ്ട്. അവിടെ ഉണ്ട് സുസുക്കിയുടെ വണ്ടി. ഇവിടെ ബുള്ളറ്റ് ഉണ്ട്. എച്ചാതി പോയി. ഇവിടെ കാണാത്തവർക്ക് വേണ്ടി അവിടെ നിന്നാണ് നമ്മൾ കാണുന്നത്. ഇത് വണ്ടിയൊക്കെ ഇട്ട് ഇവിടുന്ന് കറക്കും. ഇത് ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്തിട്ടാണ് വണ്ടി കയറുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മരണക്കിണറിന്റെ ഉള്ളിൽ. സോ നമ്മുടെ വീഡിയോയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിക്കുന്നു മരണക്കിണറിന്റെ ഉള്ളിൽ. ഓക്കെ, ഇതൊക്കെ വണ്ടി. ഇതിനകത്ത് വണ്ടി എച്ചാതി സെറ്റപ്പാട്ടാ. ഇത് വണ്ടി, ബുള്ളറ്റ് എല്ലാം ഉണ്ട്. കയറുവാണ്. ഓക്കെ, മരണക്കിണറിന്റെ നമ്മൾ ഫസ്റ്റ് ലെയറിലാണ്, ഇതിലാണ് കയറുന്നത്. മനസ്സിലായോ? ഇതിന്റെ മണ്ടയ്ക്ക് ഒന്നുകൂടെ നിൽക്കാൻ നമ്മൾ അവിടെ ഇരിക്കുന്നില്ല. ഇവിടെ നിന്ന് കാണാനാണ് രസം. സോ മണ്ട കയറി ഓച്ചറിലെ വിഷ്വൽ ബ്യൂട്ടി. ഏതാ വൈബ് നോക്ക്. മരണക്കിണറിൽ നിന്ന് നോക്കുമ്പോ കാണുന്നത് എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. തിരക്ക് കണ്ടോ? തിരക്കുണ്ടോ? തിരക്ക്. ഓക്കെ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ആയാലും ഓക്കെയാണ്. പക്ഷേ ഇത് തല കുത്തിനെ നിർത്തി അവിടെ. അമ്പോ 360 സാധനം നോക്ക്. പദമാവും. വണ്ടി ഓണാക്കി. മരണക്കിണറിനുള്ളിൽ നമ്മൾ ഓൾറെഡി അകത്ത് ചെന്നായിരുന്നു. അപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ വണ്ടി വന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ വട്ടം എനിക്ക് കഴിഞ്ഞ വട്ടം ഇട്ട പോലെ തന്നെ 3 വണ്ടിയാ. ഇത് തന്നെ കറക്റ്റാണ്. ഈ ഇടയ്ക്ക് ഇവിടുന്ന് എന്തോ വീണെന്നാരാണ്ട്, മീൻസ് അങ്ങനല്ല, വണ്ടി തെന്നി വീണ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ല, കാരണം ഇത്ര ഡിസ്റ്റൻസ് അല്ലേ ഉള്ളു. സീനൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. അന്ന് എനിക്ക് തോന്നേ നല്ല മഴയുണ്ടായിരുന്നു. മഴയുള്ള സമയത്ത് എനിക്കൊന്ന് വെള്ളം കയറി തെന്നിയതായിരിക്കും. ഓക്കെ,
കാറുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഓ ഒരേ പൊളി. ഇത് കഴിഞ്ഞു, എല്ലാരും ഇറങ്ങി. അപ്പൊ ഇതൊക്കെയാണ് വണ്ടിയുടെ ഒക്കെ കാര്യങ്ങൾ കാണിച്ചല്ലോ. അപ്പൊ എല്ലാവരും ഇറങ്ങിയത് നമ്മൾ ഇറങ്ങുവാണ്. എന്നിട്ട് ഇനി അടുത്ത ഇതിനകത്ത് കയറുന്നതെന്ന് പുറത്തു നിന്നിട്ട് തീരുമാനിക്കാം. കണക്കണ്ടർ കഴിഞ്ഞ് നമ്മൾ കയറാൻ വന്നു ജയിന്റ് വീൽ. ഇത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ വട്ടം നമ്മൾ കയറി അവിടെ. ഇത് പുതിയത് ഇവിടെ. ഇതിനകത്താണ് കയറാൻ പോകുന്നത്. അടുത്തതായിട്ട് ഇതിനകത്താണ് കയറാൻ പോകുന്നത്. അതിനകത്ത് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നമ്മുടെ കോമ്പോ തന്നെയാണ് ഈ വട്ടവും. ഓക്കെ, കണ്ണുറക്കല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് ഇങ്ങനെ പേടിക്കുന്നത്? വയറിലെല്ലാം വയറിലെല്ലാം ഇതായി പോന്നു. ഇപ്പൊ ഇതും കുഴപ്പമില്ല. കഴിയണം. ഈ ഒരു സ്റ്റേജ് ആണ് ഇച്ചിരി സീൻ. അവരവിടെ ഉണ്ട്. എന്റെ അമ്മോ, ആ ഒരു സീനാണ് സീൻ. ഹായ് കാണീര്, ഹായ് കാണീര്. ഓ കൈയൊക്കെ വിറയ്ക്കുന്നു. ആദ്യത്തെ രണ്ടാണ് സീൻ. രണ്ടെണ്ണം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിനകത്ത് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, ചെറുതായിട്ടൊരു ഇതുണ്ടാവും. പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ബാക്കി ഒരു സീനുമില്ല. അതെ, കുറച്ചേരും ഇവിടെ നിർത്തി വെച്ചു. കണ്ട അമ്പോ, ഏതാ വ്യൂ. സക്സസ്ഫുള്ളി ഇതും കഴിഞ്ഞിരിക്കുന്നു. ഇത് എന്നെക്കാളും വലുതാണെന്ന പുള്ളി പറഞ്ഞു. പക്ഷെ വലുതായിട്ട് തോന്നുന്നുണ്ടോ? ഒരേ അളവല്ലേ എല്ലാം. പുള്ളി പറഞ്ഞു ഇത് പെരുസായ സാധനമാണെന്ന്. ഓക്കെ, ഇവിടെ ബജ്ജിക്കട ഉണ്ട്. തിരക്കൊക്കെ ഉണ്ടോ? വലിയ തിരക്കില്ലല്ലേ നോർമലി വെച്ച് നോക്കുമ്പോ. കേറുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതിനകത്ത് പിടിച്ച് കയറ്റി. ഒറ്റക്കിരുന്നാലോ ഗൈസ്? ഒറ്റ മൈൻഡ്, ഒറ്റയ്ക്ക്. ഐശു ഒറ്റയ്ക്ക് ഇരിക്കുന്നോ ഗൈസ്? കഴിഞ്ഞ വട്ടം കയറിയ ട്രോമ എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാലും ഞാൻ കയറി. ഇവര് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ കയറി. എനിക്ക് ഇഷ്ടമല്ല ഇത്. സീന ഇത് എന്തായാലും തല ഇറങ്ങും. എത്ര അടി കണ്ണടക്കുന്നേ. ഓ തിരക്കൊന്നുമില്ല, വലുത് തിരക്കില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കാണാം ഇന്നത്തെ ഇത് കാണുന്നു. മിക്കവാറും ഛർദ്ദിക്കും. ഇത് കഴിഞ്ഞ വട്ടം ട്രോമയായ സാധനം. ഇത് കഴിഞ്ഞിട്ടൊരു മാമന്റെ കൂടെ ഞാനിരുന്നത്. കഴിഞ്ഞിട്ടൊരു മാമന്റെ കൂടെ ഇരുന്നിട്ട് സീനൈസ്. എനിക്കിത് ഇഷ്ടമല്ല. പിന്നെ ഇവര് കയറാൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ കയറുന്നു. പിന്നെ പാസ് ഉണ്ട്. പാസ്സിനകത്ത് 4 പേർക്ക് കയറാൻ പറ്റും. അങ്ങനെ കയറിയതാണ്. എനിക്ക് ഞാൻ അടുത്ത 360 അത് കയറണമെന്നുണ്ട്. മിക്കവാറും അതിൽ ഞാൻ കയറും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഓക്കെ, വലിയ പ്രശ്നം വരത്തില്ല അല്ലേ? തോന്നുന്നില്ല. വരുന്നുണ്ട്. ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കറങ്ങി അടിക്കോ. നൂറുവട്ടം പറഞ്ഞ കേറണ്ടാന്ന്. നിനക്കിനാടി എന്നെയും കൂടെ പറഞ്ഞേ. മതി 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 മതി.
അണ്ണാ മതി അണ്ണാ മതി നിർത്ത് മതി കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ വേണ്ട വേണ്ട എന്ന് കേക്കത്തില്ലല്ലോ. 100 വട്ടം ഞാൻ പറഞ്ഞു കേറുന്നില്ല എന്ന്. കണ്ടോ ഒന്നോ ഇവന്മാരെ കൂടെ ഒരാൾ കിടക്കുന്ന കേട്ടോ, നൂത്ത കിടക്കുന്നു. ലവന്മാർക്കായിരുന്നു ഇത് കേറണത് ഇത്ര ആഗ്രഹം. ഇതൊക്കെ ഏത് പിള്ളേരായിരുന്നു? അങ്ങനാണ് കാര്യങ്ങൾ. അവർക്കായിരുന്നു കേറണത് ഇത്ര അഹങ്കാരം. കണ്ടോ രണ്ടെണ്ണം ഇരിക്കുന്നത്. അവര് കാരണമാണ് ഞാൻ വരെ കേറിയത്. ഓ ഇത് കഴിഞ്ഞു. 100 വട്ടം ഞാൻ പറഞ്ഞത് ഞാൻ കേറുന്നില്ല വയ്യ. മൈൻഡായി. ഇത് വീണ്ടും കറങ്ങുന്ന കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വീണ്ടും വന്നു. ഒരു പ്ലേറ്റ് പാവ് ബജി, മുളക് ബജി, പാനിപ്പൂരി മേടിച്ചു, മുളക് മേടിച്ചു, പിന്നെയും ഒരു സെറ്റ് മുളക് ബജി മേടിച്ചു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിച്ചിട്ട് വരാം. അതുപോലെ ഞാൻ ഇതേ സാധനം ഇവിടെ വന്ന് ചോദിച്ചായിരുന്നു വില. അപ്പോൾ അവർ പറഞ്ഞ 60. ഇപ്പൊ വന്ന് രാത്രി ഒന്ന് ചോദിച്ചാൽ പറയാം 80. പിന്നെ ഞാൻ പറഞ്ഞ 70 രൂപയ്ക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പുള്ളിക്ക് നിർത്തില്ല എനിക്ക് നല്ല. പക്ഷെ ഇതിനെല്ലാം റേറ്റ് ഉണ്ട് കേസ് ഇവിടെ മൊത്തവും. ഇവിടെ ഈ സാധനത്തിന് 140 രൂപയൊക്കെയാ പറയുന്നത്. അപ്പൊ പുള്ളി 60 പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി 60. അപ്പൊ ഇപ്പൊ വന്ന് ചോദിക്കും പറയാം 80. പിന്നെ അപ്പൊ പിന്നെ 70 രൂപയ്ക്ക് എടുത്ത് 70 കിട്ടുന്ന ലാഭമാണ്. കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഞാൻ ഓൾറെഡി അന്ന് ഞങ്ങള് ആഗ്രഹം പോയപ്പോ ഈ സാധനം കണ്ടേ, അവിടെ 100 രൂപയ്ക്കാണ് മേടിച്ചേ. ഇത് ഇങ്ങനെ സ്പ്രിംഗ് ഒക്കെ ഉണ്ട് അത് കണ്ടോ, കണ്ടോ അടിപൊളി സാധനമാണ് ഗയ്സ്. ഒന്നുകൂടെ കിട്ടി. ഹൗ വേറെ കോമഡി. ഇത് ഞാൻ രാവിലെ പോയപ്പോ ഞാൻ രാവിലെ പോയപ്പോ ഞാൻ ഇത് 60 രൂപയ്ക്ക് ഉണ്ട്. ഇപ്പൊ അത് 80 രൂപയായി. കുറച്ചുകൂടെ നടന്നുകൊണ്ട് ഇത് 50 രൂപയ്ക്ക്. ഓ ബാഡ് മൈൻഡ് പോയി. സോ ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ മറ്റേ എന്തുവരുന്ന 360 കയറിയില്ല, കാരണം മറ്റേ ബ്രേക്ക് ഡാൻസിനകത്ത് കയറിയപ്പോഴത്തെ എന്റെ മൈൻഡ് പോയി. സോ അതിനകത്ത് ഞാൻ കയറാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മേക്കിപ്പ് ലാഭമായില്ലേ. ഇത് രണ്ടൂടെ വിട്ട് ചോറ കൂടി ബുമ്മടി ബുമ്മടി ആയിഷ ബുമ്മടി. അപ്പൊ ഗൈസ് ഞാൻ അടുത്ത വീഡിയോ കാണാം, അടുത്ത സ്ഥലത്ത് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി അടുത്ത സ്ഥലത്ത് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.